Hello friends, welcome to my new video. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ന് ലോഞ്ച് ചെയ്ത Poco M2 Pro എന്ന മൊബൈലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പോക്കോ കമ്പനി പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് Poco M2 Pro എന്ന് പറയുന്ന ഒരു മൊബൈലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പക്ക വാല്യൂ ഫോർ മണി മൊബൈലാണ്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും അതുപോലെ തന്നെ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുക ഒരു അടിപൊളി ഫോൺ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിന്റെ മെയിൻ അല്ല ടോട്ടലി സ്പെക്കും റിവ്യൂവും കാര്യത്തിലോട്ട് നമുക്കിനി കടക്കാം. ഇതിന്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചസിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ IPS LCD ആണ്, AMOLED ഒന്നുമില്ല, IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന്റെ റെസൊല്യൂഷൻ 1080x2400 പിക്സലൈറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ബാക്ക് ഒക്കെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ബോഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 84.62% ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 209 ഗ്രാമാണ് ഇതിന്റെ നമ്മുടെ ഫോണിന്റെ വെയിറ്റ് വരുന്നത്. അടുത്തത് ഇതിന്റെ ബാറ്ററിയുടെ ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി വരുന്നത്. അതായത് 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നു. അതുപോലെ തന്നെ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് ലിഥിയം അയൺ പോളിമർ കൊണ്ടാണ് നമ്മുടെ ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഫോണിന്റെ മെയിൻ ഭാഗമായ ക്യാമറയുടെ ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ ബാക്ക് ക്യാമറ വരുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. അതായത് 48+8+5+2 48 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാപിക്സലിന്റെ ഒരു മാക്രോ, അതുപോലെ തന്നെ 2 മെഗാപിക്സലിലെ ഒരു ഡെപ്ത് സെൻസിംഗ് ക്യാമറ ആണ് വരുന്നത്. അതിന് ഫ്രണ്ടിലോട്ട് വരാണെങ്കിൽ 16 മെഗാപിക്സലിലെ ഒരു ക്യാമറ ആണ് വരുന്നത്. സിംഗിൾ ക്യാമറ തന്നെയാണ്. പിന്നെ ഇതിന്റെ ക്യാമറ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടുള്ള സെന്ററിലാണ് ഇതിന്റെ ക്യാമറ വരുന്നത്. ഈ നമ്മുടെ ഈ ഫോൺ ഏതാണ്ട് Redmi Note 9 Pro സീരീസിനായിട്ട് ഒരു മാച്ചുള്ള ഫോണാണ്. അതിന്റെ ഒരു ഫ്രണ്ടും ബാക്കും ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സിമിലാറ്റം കുറേ കാണാനായിട്ട് സാധിക്കും. ആകെ കൂടിയിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു കട്ടിങ്ങിന്, അതായത് ക്യാമറയുടെ കട്ടിങ്ങിന് ചെറിയൊരു ചേഞ്ച് ആണ് വന്നിട്ട്. അതായത് ഫ്ലാഷ് നമ്മുടെ Redmi Note 9 Pro സീരീസിൽ ഫ്ലാഷ് തള്ളിയിട്ടാണെങ്കിലും നമ്മുടെ Poco M2 Proയിൽ കുറച്ച് താഴ്ന്നിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക സെയിം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഫോണിന്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബോഡിയിൽ ബാക്ക് നോക്കുകയാണെങ്കിൽ അത് ഡിസ്പ്ലേസ് ഒരു കട്ടിങ് വരുന്നതും ഒരു വെറൈറ്റി ടൈപ്പ് ഡിസ്പ്ലേ ഡിസൈൻ തന്നെ പറയാം. ജസ്റ്റ് ഒരു കട്ടിങ് കൂടിയിട്ട് ഒരു രണ്ട് ഗ്രേഡിയന്റ് അല്ലാണ്ട് രണ്ട് കളറിൽ ഒരു ഡാർക്കും ലൈറ്റും അങ്ങനെ ഒരു കളറാണ് നമ്മുടെ Poco M2 Pro ഫോൺ വരുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ സോണിയാണോ സാംസങ് ആണോ എന്നുള്ളത് നമ്മുടെ കമ്പനി റിവീൽ ചെയ്തിട്ടില്ല ഇതുവരെ. റിവീൽ ചെയ്യുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഫോണിന്റെ മെയിൻ ഭാഗത്തിൽ വേറെ പോവുകയാണെങ്കിൽ ഇതിന്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ Qualcomm Snapdragonന്റെ 720G പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഒരു പക്ക ഗെയിമിംഗ് ഫോൺ തന്നെ പറയാം. പക്ക 855 അല്ലെങ്കിൽ 720G ആയക്കാറുണ്ട് ഒരു G4 ഗെയിമിംഗ് എന്നാണല്ലോ. അപ്പോൾ അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്ന ഫോൺ തന്നെയാണ് നമ്മുടെ. പിന്നെ ഇതിന്റെ ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 6GB RAM അതുപോലെ തന്നെ 64GB ഇന്ത്യനാണ് വരുന്നത് ഇതിന്റെ ബേസ് വേരിയന്റ് വരുന്നത്. അതുപോലെ തന്നെ 1.8 GHz ഒക്ടാകോർ പ്രൊസസ്സറും നമ്മുടെ ഫോണിൽ വരുന്നുണ്ട്. 1.8 GHz ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ നമ്മുടെ റാമിന്റെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ LPDDR4X ആണ് വരുന്നത്. 1X 2X 3X അല്ല, 4th ജനറേഷൻ ആണ് നമ്മുടെ ഫോണിന്റെ റാമിന്റെ ഭാഗത്തോട്ട് പോകാണ് വരുന്നത്. പിന്നെ ഇതിന്റെ വേറെ ഹൈലൈറ്റ് ആണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ്മി ഫോൺസിൽ പോക്കോ ഫോൺസിൽ ഇങ്ങനെ തീരെ കാണാത്തൊരു ഭാഗമാണ്. അതായത് ട്രിപ്പിൾ സ്ലോട്ട്. ഈ അടുത്തിറങ്ങിയ ഫോൺസ് അങ്ങനെ കുറവാണ്. ട്രിപ്പിൾ സ്ലോട്ട് നമ്മുടെ ഫോൺ വരുന്നത്. അപ്പോൾ 2 നാനോ സിം അതുപോലെ തന്നെ മൈക്രോ SD കാർഡ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. 512GB വരെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള മൈക്രോ SD കാർഡ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഫോൺ വരുന്നത് Android 10 വരുന്നത്. അത് നമ്മുടെ ഫോണിന്റെ ഒരു മെയിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് P2i നാനോ കോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മുടെ ഫോണിന്റെ ബാക്കിലൊക്കെ ഡസ്റ്റും അതുപോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫും, അങ്ങനെ സ്പ്ലാഷ് പ്രൂഫാണ് നമ്മുടെ ഫോണും ഡസ്റ്റും അതുപോലെ തന്നെ കുറെ മഴത്തുള്ളൊക്കെ വരണമെങ്കിൽ P2i നാനോ എന്നൊരു കോട്ടിംഗ് വഴി അതെല്ലാം മൊത്തം റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കാണാത്തൊരു ഓപ്ഷനാണത്. ഒരു പുതിയ അപ്ഡേറ്റ്സിൽ പുതിയ ഈ ഫോൺ ഇറക്കിയപ്പോൾ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഫോണിന്. ഇത് നമ്മുടെ പ്രൈസ് വേരിയന്റ് അതുപോലെ തന്നെ ഫോണിന്റെ സ്റ്റോറേജിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബേസ് വേരിയന്റ് വരുന്നത് 4GB RAM plus 64GB ഇന്ത്യയാണ്. അതിനുശേഷം 6GB RAM plus 64GB ഇന്ത്യയാണ്. 6GB RAM plus 128GB ഇന്ത്യയാണ്. അങ്ങനെയാണ് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് സെക്ഷൻ വരുന്നത്. 4GB RAM plus 64GB ഇന്ത്യയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 13,919 ആണ് വരുന്നത്. അതുപോലെ തന്നെ 6GB RAM plus 64GB ഇന്ത്യയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,999 ആണ് വരുന്നത്. അതായത് 14,000 15,000. അതുപോലെ തന്നെ നമ്മുടെ 6GB RAM plus 128GB ഇന്ത്യയാണ് ഏറ്റവും ടോപ്പ് വേരിയന്റോട് പോകുകയാണെങ്കിൽ 16,999 ആണ് വരുന്നത്. അതായത് 17,000 രൂപയാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വേരിയന്റ് വരുന്നത്. സ്റ്റാർട്ടിങ് 14,000 എൻഡിങ് 17,000 വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Poco M2 Proയിൽ ഇറങ്ങിയിട്ടില്ല. ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഇറങ്ങിയിട്ടുള്ളത്.
ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ പോക്കോ M2 Pro ഫോണിനെ കുറിച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ റെഡ്മി നോട്ട് 9 Pro സീരീസ് ആയിട്ടുള്ള അത്യാവശ്യം അതിനായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫോൺ തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ കുറച്ച് IPS LCD പറയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. MOLED വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. മാത്രം നല്ല IPS LCD എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 90 Hz ഒന്നും റിഫ്രഷ് റേറ്റ് ഇല്ല, കുറച്ച് കുറവുള്ള റിഫ്രഷ് റേറ്റ് ആണ്. റിഫ്രഷ് റേറ്റ് മാത്രം നോക്കി പോകുന്നവർക്ക് ഇതിന് ഒരു പറ്റിയ ഫോണാണെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ 64 മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറ അല്ല, 14 മെഗാപിക്സലാണ്. പിന്നെ അതുപോലെ തന്നെ 14 രൂപ ബേസ് വേരിയന്റ് വെച്ചിട്ട് ഏറ്റവും നല്ല ഫീച്ചർ ഫോൺ നിങ്ങൾക്ക് കിട്ടില്ല. അതിന് പറ്റിയ ഓപ്ഷൻ വെച്ചാൽ നമ്മുടെ ഫോണിന്റെ സ്പെക്കും കൂടുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഫോണിന്റെ റേറ്റും കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഏത് കൺഫ്യൂഷൻ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തൊട്ടടിയിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ID തരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചിട്ട് ഞാനപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ടെക് അപ്ഡേറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടാനെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പാക്കലാം. with